വിശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കുന്ന സുസ്മിതയോട് ശാലിനി പറയുകയാണ്, ആ മോഹം അങ്ങ് കയ്യിലിരിക്കട്ടെ, ഇനി സത്യാമ്മ തീരുമാനിക്കട്ടെ നിന്നെ വളർത്തണമോ അതോ കൊല്ലണമോ എന്ന്. അത്രയും പറഞ്ഞ് ശാലിനി അകത്തേക്ക് പോകുമ്പോൾ പുറകെ ഓടിച്ചെന്ന് സുസ്മിത പറയുകയാണ്, എൻ്റെ പൊന്നു ശാലിനി, നീ അങ്ങനെയൊന്നും പറയരുതേ. അന്നേരം വിരൽ ചൂണ്ടി ശാലിനി പറയുകയാണ്, അയാൾ കൂടയിൽ കൊണ്ടു നടക്കുന്ന പാമ്പിനേക്കാൾ വിഷമുള്ള ജാതിയാണ് നീ. നിന്നെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണമെന്നുള്ളത് എൻ്റെ ഒരുപാട് കാലമായുള്ള ആഗ്രഹമാണ്. അപ്പോഴെല്ലാം തടസ്സം നിന്നത് സത്യാമ്മയാണ്. പക്ഷേ ഇപ്പോഴീ വീഡിയോ കാണുമ്പോൾ നീ ഒരു മനുഷ്യ സ്ത്രീയല്ല, രാക്ഷസിയാണെന്ന് സത്യാമ്മയ്ക്ക് ബോധ്യമാകും. പിന്നെ നിന്റെ നിഴല് പോലും ഇവിടെ വീഴാൻ സത്യാമ്മ സമ്മതിക്കുന്നില്ല. അന്നേരവും ശാലിനിയുടെ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് സുസ്മിത. വീണ്ടും ശാലിനി പറയുകയാണ്, ഭയങ്കര ബുദ്ധിമതിയാണെന്നാണ് നിന്റെ വിചാരം. നീ ഈ വീട്ടിൽ നിന്നും എന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ഓരോ അപകടത്തിലും കെണിയിലുമൊക്കെ നീ തന്നെയാണ് ചെന്ന് ചാടുന്നത്. എൻ്റെ അമ്മ മുമ്പ് വള മോഷ്ടിച്ചു എന്ന് നീ വിളിച്ചു പറയുന്നതിന് മുമ്പ് നിന്റെ കൈയുടെ അളവും ശാരികേച്ചിയുടെ കൈയുടെ അളവും ഏറെക്കുറെ ഒത്തുവരുമോ എന്ന് നിനക്കൊന്ന് നോക്കാമായിരുന്നോ? നിന്നെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ്റെ അച്ഛനോട് എൻ്റെ ഫോണിൽ നിന്നും നീ തന്നെ അപവാദം വിളിച്ചങ്ങ് പറഞ്ഞു. പക്ഷേ നിന്റെ കൂട്ടുകാരിയുടെ ഫോണിൽ നിന്നും ഫോട്ടോ അയച്ചു കൊടുത്ത് അവിടെയും നീ മണ്ടത്തരം കാട്ടി. അതൊക്കെ കേട്ട് തലകുനിച്ചങ്ങനെ നിൽക്കുകയാണ് സുസ്മിത. ആധാരം മാറ്റിവെച്ച് ബുദ്ധിമതിയാകാൻ നീ ശ്രമിച്ചെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് രാജേശ്വരിയെ നീ വിളിച്ചു വരുത്തി അവിടെയും മണ്ടത്തരം കാണിച്ചു. ഇപ്പോതാ ഇതുമെന്ന് പറഞ്ഞ് വീണ്ടും അകത്തേക്ക് പോകാൻ തുടങ്ങുന്ന ശാലിനിയെ തടയുകയാണ് സുസ്മിത. തുടർന്ന് ശാലിനി പറയുകയാണ്, ഇനി എന്തെങ്കിലും കുബുദ്ധി കാണിക്കുന്നതിന് മുൻപ് നീ എന്നെ ഒന്ന് കൺസൾട്ട് ചെയ്യ്. അപ്പോൾ ഞാൻ തന്നെ നിനക്ക് പറഞ്ഞു തരാം എന്നെ തെളിവില്ലാതെ എങ്ങനെ അപകടപ്പെടുത്തണമെന്ന്. ശേഷം ഭാഗം സ്ക്രീനിലെന്ന് പറയുമ്പോൾ തൊഴുത് സുസ്മിത പറയുകയാണ്, ശാലിനി പ്ലീസ് ആൻറ്റിയോട് നീ ഇത് പറയല്ലേ. പറയാതിരുന്നാൽ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് സുസ്മിത. വീണ്ടും ശാലിനി പറയുകയാണ്, ചെയ്യുന്നതിലൊന്നും ഒരു ആത്മാർത്ഥതയും നിനക്കില്ലല്ലോ. ഇതൊന്നും ശരിയാവില്ല, ഞാൻ സത്യാമ്മയുടേത് എന്തായാലും പറയുമെന്ന് പറയുമ്പോൾ സുസ്മിത തൊഴുത് വീണ്ടും പറയുകയാണ്, ശാലിനി പ്ലീസ് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അന്നേരം സുസ്മിതയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. കുറേ നേരം സുസ്മിതയെ നോക്കിയ ശേഷം അകത്തേക്ക് സത്യാമ്മയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് ശാലിനി. ശാലിനി ചെയ്യല്ലേ ശാലിനി, അത് കാണിക്കരുതേന്നൊക്കെ സുസ്മിത പുറകെ നടന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, കാണിച്ചാൽ എന്താ കുഴപ്പം, നല്ലൊരു വീഡിയോ അല്ലേ ഇത്. വീണ്ടും സുസ്മിത ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അങ്ങനെയങ്ങ് മിടുക്കിയായാലോ, ഒരാളെ എങ്ങനെയാണ് തെളിവില്ലാതെ കൊല്ലുന്നതെന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. ഇത് നെറ്റിൽ പോസ്റ്റ് ചെയ്താലേ നിന്നെപ്പോലുള്ള നിരാശ കാമുകിമാർക്ക് ഇത് നന്നായിട്ട് ഉപകാരപ്പെടും. പോലീസിന് കൊടുത്താലേ അവരത് ക്രിമിനൽ സൈക്കോളജിയിൽ ഒരു പോർഷൻ തന്നെ ഉണ്ടാക്കി അതൊരു പാഠ്യ വിഷയമാക്കി എടുക്കാൻ അവർക്ക് സാധിക്കും. അന്നേരവും ചെയ്യല്ലേ ശാലിനി പ്ലീസ് എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. നിനക്കിത് ചെയ്യാനായിട്ട് ഒരു മടിയും തോന്നിയില്ലല്ലോ എന്ന് ദേഷ്യത്തോടെ ചോദിച്ചിട്ട് വീണ്ടും സത്യാമ്മയെന്ന് വിളിക്കുകയാണ് ശാലിനി. വീണ്ടും തടഞ്ഞ് സുസ്മിത പറയുകയാണ്, പ്ലീസ് ശാലിനി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അന്നേരം എന്തും ചെയ്യുമോ എന്ന് ശാലിനി ചോദിക്കുന്നു. ഉറപ്പെന്ന് പറയുകയാണ് സുസ്മിത. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതിയെന്ന് സുസ്മിത പറയുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് ശാലിനി പറയുകയാണ്, നിന്നെക്കൊണ്ട് അതൊന്നും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റില്ല. വീണ്ടും സത്യാമ്മയെന്ന് ശാലിനി വിളിക്കുമ്പോൾ ശാലിനിയെ തടന്ന് സുസ്മിത പറയുകയാണ്, വേണ്ട ശാലിനി, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തോളാം. അതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് വീണ്ടും ശാലിനി പറഞ്ഞിട്ട് സത്യാമ്മയെന്ന് വിളിക്കുമ്പോൾ ശാലിനിയുടെ വാ പൊത്തിപ്പിടിച്ച് സുസ്മിത പറയുകയാണ്, വേണ്ട ശാലിനി, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തോളാം. നീ പറയുന്നത് എന്തായാലും ആത്മാർത്ഥമായി സത്യസന്ധതയോടെ. എന്നിട്ട് ചുറ്റും നോക്കിയിട്ട് പറയുകയാണ്, വാ നമുക്ക് മുറിയിൽ പോയിരുന്ന് സംസാരിക്കാം. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ എന്താ കുഴപ്പം? അത് പറഞ്ഞ് ശാലിനി സെറ്റിയിലേക്ക് ഇരിക്കുമ്പോൾ മറ്റൊരു സെറ്റിയിലേക്ക് ഇരിക്കുകയാണ് സുസ്മിത. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, എനിക്കൊപ്പം ഇരിക്കാറായോ നീ? ഇല്ല എന്ന് സുസ്മിത പറഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു. തുടർന്ന് വിരൽ ഞൊടിച്ച് ശാലിനി പറയുകയാണ്, അവിടെയല്ല ദേ ഇവിടെയെന്നും പറഞ്ഞ് നിലത്ത് ചൂണ്ടി കാട്ടുകയാണ്. അവിടെയോന്നും പറഞ്ഞ് പെട്ടെന്ന് ചാടി സുസ്മിത എഴുന്നേൽക്കുമ്പോൾ സത്യാമ്മയെന്ന് വീണ്ടും വിളിക്കുകയാണ് ശാലിനി. പെട്ടെന്ന് സുസ്മിത, വേണ്ട ശാലിനി, ഞാൻ ഇവിടെ ഇരുന്നോളാമെന്നും പറഞ്ഞ് ശാലിനിയുടെ കാൽച്ചുവട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അന്നേരം ശാലിനി കാലുമേ കാല് കയറ്റി വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. കാലിലെ ചെരുപ്പിങ്ങനെ ആടുന്നത് സുസ്മിത ദേഷ്യത്തോടെ നോക്കുകയാണ്. പക്ഷെ ദേഷ്യം സുസ്മിത പുറത്ത് കാണിക്കുന്നില്ല. ഇപ്പം നിന്റെ മനസ്സിൽ എന്താ തോന്നുന്നതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, എനിക്കൊന്നും തോന്നുന്നില്ല. അതെന്താ നിനക്കൊന്നും തോന്നാത്തത്? എന്നെ കൊല്ലണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? അന്നേരം സുസ്മിത പറയും, ഇല്ല, സത്യമായിട്ടും എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല.
അന്നേരവും ശാലിനിയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയാണ് സുസ്മിത. വീണ്ടും ഫോൺ മാറ്റിയിട്ട് ശാലിനി ചോദിക്കുകയാണ്, അതെന്താടി അങ്ങനെ? കുറച്ച് മുമ്പ് വരെ നീ എന്നെ കൊല്ലാനായിട്ട് പദ്ധതി ആസൂത്രണം ചെയ്തതല്ലേ, പെട്ടെന്ന് നീ അങ്ങ് മാറിപ്പോയോ? ഞാൻ നന്നായി ശാലിനി എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ്, നന്നായാൽ നിനക്ക് കൊള്ളാം. വീണ്ടും ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് സുസ്മിത പറയുകയാണ്, സത്യമായിട്ടും ശാലിനി, ഇനി നിനക്കെതിരെ ഞാൻ ഒന്നും ചെയ്യില്ല. സുസ്മിതയെ ഒന്ന് നോക്കിയിട്ട് ശാലിനി പറയുകയാണ്, നീ അല്ലേ കോൾ മീ മാം എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, നീ ഇനി എന്നെ അങ്ങനെ മാത്രമേ സംബോധന ചെയ്യാവൂ. ശാലിനി മാം മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് മനസ്സിലായി എന്ന് പറയുകയാണ് സുസ്മിത. അന്നേരം സെറ്റിയിലേക്ക് ചാരി കണ്ണടച്ചിരുന്ന് ശാലിനി പറയുകയാണ്, അപ്പോൾ ഒന്ന് വിളിച്ചേ, ഞാനൊന്ന് കേൾക്കട്ടെ. ചുറ്റുമൊന്ന് നോക്കിയിട്ട് പതിയെ സുസ്മിത വിളിക്കുകയാണ്, ശാലിനി മാം. അന്നേരം ശാലിനി പറയുകയാണ്, ആ വിളിക്കൊരു ആത്മാർത്ഥത ഇല്ലല്ലോ, അതാണ് ഞാൻ പറഞ്ഞത് നിന്നെ കൊണ്ട് ഇതൊന്നും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. അന്നേരവും ദേഷ്യം കടിച്ചമർത്തി അവിടെ ഇരിക്കുകയാണ് സുസ്മിത. വീണ്ടും ശാലിനി സത്യാമ്മയെന്ന് വിളിക്കുമ്പോൾ തടഞ്ഞ് സുസ്മിത പറയുകയാണ്, വേണ്ട വേണ്ട, ഞാൻ വിളിക്കാം. എന്നിട്ട് സുസ്മിത പറയുകയാണ്, ശാലിനി മാം, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ വിളിച്ചോളാം. അന്നേരം സന്തോഷിച്ച് ശാലിനി പറയുകയാണ്, ആ വിളി കൊള്ളാം, എനിക്കങ്ങ് സുഖിച്ചു. ഇന്നു മുതൽ നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ ഉടയോനും. നിനക്ക് മനസ്സിലായെങ്കിലേ ഒന്ന് പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ചുറ്റുമൊക്കെ നോക്കുകയാണ് സുസ്മിത. വീണ്ടും ശാലിനി അടുത്തേക്കിരുന്ന് പറയുകയാണ്, പറഞ്ഞേ. തുടർന്ന് സുസ്മിത പറയുകയാണ്, ഞാൻ നിൻ്റെ എന്ന് പറയുമ്പോൾ ശാലിനി ഒന്ന് രൂക്ഷമായിട്ട് നോക്കുന്നു. അല്ല, ഞാൻ മാമിൻ്റെ അടിമയും മാമൻ്റെ ഉടയോളും. ഞാൻ എന്തു പറഞ്ഞാലും നീ അനുസരിക്കേണ്ടി വരും. അന്നേരവും ശാലിനിയുടെ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് സുസ്മിത. അന്നേരം ശാലിനി പറയുകയാണ്, അത് വേണ്ട. അനുസരിക്കാമെന്ന് സുസ്മിത പറയുമ്പോൾ ശാലിനി പറയുകയാണ്, ജോലികളിങ്ങനെ ഓരോന്നോരോന്നായി വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ നിനക്ക് സമയത്തിന് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഫോണിങ്ങനെ കറക്കി കാണിക്കുകയാണ്. അത് കണ്ടിട്ട് സുസ്മിത പറയുകയാണ്, നോക്കാം, ഞാൻ ചെയ്യാം. അന്നേരം ശാലിനി വീണ്ടും സത്യാമ്മയെന്ന് വിളിക്കുകയാണ്. അന്നേരം തടഞ്ഞ് സുസ്മിത പറയുകയാണ്, മാം വിളിക്കണ്ട, ഞാൻ വൃത്തിയായിട്ട് ചെയ്തോളാം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അന്നേരം ശാലിനി പറയുകയാണ്, നീ ഈ വീട്ടിൽ ഇതുവരെ കയറാത്ത ഒരു റൂമുണ്ട്, അതേതാന്ന് നിനക്കറിയാമോ? ഒന്ന് ആലോചിച്ച് സുസ്മിത പറയുകയാണ്, എല്ലാ റൂമിലും ഞാൻ കയറിയിട്ടുണ്ടല്ലോ. എല്ലാ റൂമിലും നീ കയറിയിട്ടൊന്നുമില്ല. ആ റൂമിൻ്റെ പേരാണ് കിച്ചൺ, അതായത് അടുക്കള. തിന്നു മുടിക്കുന്നതല്ലാതെ നീ ഒന്നവിടെ കയറിയിട്ട് പോലും ഇല്ലല്ലോ. അന്നേരം സുസ്മിത എഴുന്നേൽക്കാൻ ശ്രമിച്ച് പറയുകയാണ്, ശരി എങ്കിലേ ഞാൻ കിച്ചൺ പോയെന്ന് കണ്ടിട്ട് വരട്ടെ. അന്നേരം ശാലിനി പറയുകയാണ്, അത് വേണ്ട, അവിടെ ഇരിക്ക്. നിന്നോട് അവിടേക്ക് ടൂറ് പോകാനല്ല ഞാൻ പറഞ്ഞത്. ഇനി മുതൽ അവിടുത്തെ എല്ലാ ജോലിയും ചെയ്യുന്നത് നീ ആയിരിക്കും. അത് കേട്ട് ഞാനോന്ന് സുസ്മിത ചോദിക്കുമ്പോൾ അതെ നീ തന്നെയെന്ന് പറയുകയാണ് ശാലിനി. അപ്പോൾ പൊന്നിന്ന് സുസ്മിത ചോദിക്കുന്നു. ശാലിനി പറയുകയാണ്, പൊന്നിക്ക് ശമ്പളത്തോടു കൂടിയുള്ള അവധി, അഥവാ ഇനി ജോലിക്ക് വന്നാൽ തന്നെ വിശ്രമിക്കുകയേ ഉള്ളൂ. കിച്ചണിലെ മാത്രമല്ല ഈ വീട്ടിലെ എല്ലാവരുടെയും ജോലി നീ നോക്കണം, പൊന്നി അടക്കം ഉള്ളവരുടെ. അന്നേരം വിനീതമായി സുസ്മിത പറയുകയാണ്, മാം അടുക്കള ജോലിക്ക് മാത്രം എന്നെ നിർബന്ധിക്കരുത്. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കട്ടൻ ചായ പോലും ഞാൻ ഇട്ടിട്ടില്ല. അന്നേരം ചിരിച്ച് ശാലിനി പറയുകയാണ്, ജനിച്ച് വീണപ്പോൾ കട്ടൻ ചായ ഇടാനുള്ള സാധനങ്ങളുമായിട്ടൊന്നുമല്ല ഞാൻ വന്നത്. ഇതൊക്കെ ചെയ്തു പഠിക്കേണ്ട കാര്യങ്ങളാണ്. നീ ഇന്നു മുതൽ ഇതൊക്കെ ചെയ്തു പഠിച്ചോ. വീണ്ടും സുസ്മിത പറയുകയാണ്, മാം അമ്മയോട് പറഞ്ഞ് എത്ര ഹൗസ് മെയ്ഡ്സിനെ വേണമെങ്കിലും ഞാൻ വയ്ക്കാം. അവർ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തോളും. മാമിൻ്റെ കാര്യം മാത്രം നോക്കാൻ വേണ്ടി 1-2 ജോലിക്കാരെ കൂടി വയ്ക്കാം. അത് മതിയോന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ഏയ് അതൊന്നും ശരിയാവില്ല സുസ്മിതയെ. ഒന്നാലോചിച്ച് സുസ്മിത പറയുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാം. അത് 5 സ്റ്റാർ ആയാലും ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ നിന്നും ആവശ്യപ്പെടുന്ന ഭക്ഷണം അവരിവിടെ എത്തിച്ചു തരും. ക്യാഷ് മൊത്തം ഞാൻ പേ ചെയ്യാം. അന്നേരം സുസ്മിതയെ നോക്കിയിട്ട് വീണ്ടും സത്യാമ്മയെന്ന് വിളിക്കുകയാണ് ശാലിനി. അന്നേരം ശാലിനി എന്ന് വിളിച്ചിട്ട് ഒന്ന് നോക്കിയിട്ട്, മാം ഞാൻ തന്നെ ചെയ്തോളാം എല്ലാ ജോലിയും വൃത്തിയായിട്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, എല്ലാ ജോലിയും എന്ന് പറഞ്ഞതിന് അടിവരയിട്ട് കേട്ടോളണം. നിനക്കേ അടുക്കള പണി മാത്രമല്ല പിന്നേന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, തുണിയും അലക്കേണ്ടി വരും. അന്നേരം മൂളുകയാണ് സുസ്മിത. തുടർന്ന് ശാലിനി പറയുകയാണ്, എല്ലാവരുടെയും. അതും സുസ്മിത മൂളുമ്പോൾ ശാലിനി പറയുകയാണ്, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാനേ പാടില്ല. അതെന്താന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, കറണ്ട് ബില്ല് കൂടും. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ ആവശ്യമില്ലാതെ പൈസ ചിലവാക്കുന്നത് എനിക്കിഷ്ടമല്ല.
അന്നേരം സുസ്മിത പറയുകയാണ്, അത് ഞാൻ ആൻറ്റിയോട് പറഞ്ഞ് എന്ന് നിർത്തുമ്പോഴേക്കും ശാലിനി പറയുകയാണ്, അത് നീ പറയണമെന്നില്ല, ഞാൻ തന്നെ പറഞ്ഞോളാം. ശാലിനി എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ ശാലിനിയെ തടഞ്ഞ് സുസ്മിത പറയുകയാണ്, വേണ്ട വേണ്ട, ഞാൻ കല്ലിലടിച്ച് തന്നെ കഴുകിക്കോളാം. വീണ്ടും ശാലിനി പറയുകയാണ്, എല്ലാ തുണിയും കല്ലിലടിച്ച് കഴുകരുത്, കുത്തി പിഴിയേണ്ടത് കുത്തി തന്നെ പിഴിയണം. ഷർട്ടിൻ്റെ ബട്ടൺസ് പൊട്ടാനോ സാരിയുടെയോ ബ്ലൗസിൻ്റെയോ എംബ്രോയ്ഡറി നാശമാകാനോ ഇടവരരുത്. അതും മൂളി സമ്മതിക്കുകയാണ് സുസ്മിത. തുടർന്ന് ശാലിനി പറയുകയാണ്, പിന്നെ നേരത്തെ പറയാൻ മറന്നു, കിച്ചണിൽ അരയ്ക്കുമ്പോഴേ മിക്സി ഉപയോഗിക്കാൻ പാടില്ല. കറണ്ട് ചാർജ് കൂടുമല്ലേ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അത്രയ്ക്ക് ദാരിദ്ര്യമാണെന്നാണോ നീ വിചാരിച്ചു വച്ചിരിക്കുന്നത്? ഏയ് അല്ലാന്ന് പറയുകയാണ് സുസ്മിത. വീണ്ടും ശാലിനി പറയുകയാണ്, മല്ലിയും മുളകും തേങ്ങയും ഒക്കെ കല്ലിൽ അരച്ചാലേ നല്ല രുചി കിട്ടൂ. കഴിഞ്ഞോ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് ശാലിനി പറയുകയാണ്, കഴിഞ്ഞില്ല. അന്നേരം അതൊന്നും ഇഷ്ടപ്പെടാതെ എന്ന് വയ്ക്കുകയാണ് സുസ്മിത. തുടർന്ന് ശാലിനി പറയുകയാണ്, ഒരു വീട്ടിൽ ഇതൊന്നുമല്ലാതെ മറ്റെന്തെല്ലാം ജോലികൾ കിടക്കുന്നു? മുറ്റമടിക്കണം, വീട് കഴുകി തുടച്ച് വൃത്തിയാക്കണം, പിന്നെ സ്ഥാനം തെറ്റിക്കിടക്കുന്ന പുസ്തകങ്ങളൊക്കെ അടുക്കി പറക്കി യഥാസ്ഥാനത്ത് വയ്ക്കണം, പിന്നെ ബാത്റൂം കഴുകണം എന്ന് പറയുമ്പോൾ ബാത്റൂമോ എന്ന് ചോദിക്കുകയാണ് സുസ്മിത. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ബാത്റൂം? അതെ, എന്താ നീ കേട്ടിട്ടില്ലേ? ആരെങ്കിലും കഴുകി വൃത്തിയാക്കിയിട്ടാലേ അതിലെ അഴുക്കും ചെളിയുമൊക്കെ പിടിക്കാതിരിക്കൂ. അതിന് ഞാനെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അതിന് നീ എന്താ, ഞാനിനി സത്യാമ്മയെ വിളിക്കണോ? ശാലിനി വീണ്ടും എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ വേണ്ട, ഞാൻ കഴുകിക്കോളാമെന്ന് പറയുകയാണ് സുസ്മിത. വീണ്ടും വിനയത്തോടെ സുസ്മിത ചോദിക്കുകയാണ്, ഇത്രയുമായാൽ ഇതെല്ലാം കഴിഞ്ഞോ? ഏതാണ്ട് കഴിഞ്ഞു എന്ന് പറയാം. അന്നേരം ആശ്വസിക്കുകയാണ് സുസ്മിത. ഇനി എനിക്ക് എഴുന്നേൽക്കാമോ എന്ന് ചോദിക്കുമ്പോൾ എഴുന്നേറ്റോ എന്ന് ശാലിനി പറയുന്നു. അന്നേരം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ശാലിനിയുടെ ഫോൺ വീണ്ടും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് സുസ്മിത. അന്നേരം കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ശാലിനി പറയുകയാണ്, അത് വേണ്ട. എന്നിട്ട് എന്ന് പറഞ്ഞ് വിരൽ ഞൊടിച്ച് എഴുന്നേൽക്കാൻ പറയുകയാണ്. തുടർന്ന് പോകാൻ തുടങ്ങുന്ന സുസ്മിതയോട് എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ്. അവിടെ റൂമിലേക്കെന്ന് സുസ്മിത പറയുന്നു. അവിടെ എന്താ പരിപാടി? അത് മൊബൈൽ എടുക്കാനെന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, നീ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹാളിൽ നീ അഭിനയിച്ച ഷോർട്ട് ഫിലിം ഇങ്ങനെ ഓടും. ഞാനീ പറഞ്ഞതൊന്നും തമാശയല്ല, നിനക്ക് ചെയ്തു തീർക്കാനുള്ള ജോലികളുടെ പട്ടികയാണ്. മൊബൈലിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നിട്ട് കൈ കഴുകി ഡൈനിങ് ടേബിളിലേക്ക് വരുമ്പോൾ കിച്ചണിൽ നിന്നും പൊട്ടിമുളച്ച് വരുന്ന സാധനമാണ് ഭക്ഷണമെന്ന് നീ കരുതിയെങ്കിലേ അത് തെറ്റാണ്. അതിനിടയ്ക്ക് ഒരുപാട് അധ്വാനവും ക്ലേശവും ഒക്കെയുണ്ട്. നേരം പുലർന്ന് പാതിരയായാലും നിനക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരുപാട് ജോലികൾ ഇവിടെയുണ്ട്. പെട്ടെന്ന് ഓരോ ജോലിയും ചെയ്തു തീർത്താൽ എന്ന് ശാലിനി പറയുമ്പോൾ ആശ്വാസത്തോടെ സുസ്മിത ചോദിക്കുകയാണ്, അപ്പോൾ കുറച്ച് വിശ്രമിക്കായിരിക്കും അല്ലേ? അല്ല, ഉടനെ അടുത്ത ജോലി തരാമെന്ന് സുസ്മിതയെ കിഴുക്കിക്കൊണ്ട് പറയുകയാണ് ശാലിനി. ശരി, ഇപ്പോൾ നീ പോയി നല്ലൊരു ചായ ഇട്ടുകൊണ്ട് വാ എന്ന് പറഞ്ഞ് അടുക്കള ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് ശാലിനി. സുസ്മിത മടിച്ചു നിൽക്കുമ്പോൾ പോന്ന് പറയുകയാണ് ശാലിനി. അന്നേരം സുസ്മിത അടുക്കളയിലേക്കും പോകുന്നു. അതേസമയം അടുക്കളയിലേക്ക് എത്തിയ സുസ്മിത, ആ മുരുകേശനെ വിളിക്കാൻ തോന്നിയ സമയം എന്നെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ശാലിനിക്ക് ചായ ഉണ്ടാക്കുകയാണ്. തേയിലയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് സുസ്മിത കരുതുകയാണ്, കുറച്ച് വാഷിംഗ് പൗഡർ കൂടി ഇട്ടാലോ? എന്നിട്ട് കവളൊന്ന് തടവിയിട്ട് സുസ്മിത വീണ്ടും പറയുകയാണ്, വേണ്ട, ഇപ്പോൾ 1-2 കിട്ടിയതല്ലേ ഉള്ളൂ, ഇനിയും ചെവിക്കല്ല് താങ്ങില്ല എന്ന് പറഞ്ഞ് കപ്പിലേക്ക് ഒഴുക്കിയാണ് ചായ. എന്നിട്ട് ഒന്ന് ആലോചിക്കുകയാണ്, ഇനി സോസറിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞ് പരാതി വേണ്ട. പെട്ടുപോയില്ലേന്നും പറഞ്ഞ് സോസർ എടുക്കുകയാണ്. അന്നേരം സോസറൊന്ന് ശ്രദ്ധിച്ചിട്ട് സുസ്മിത വീണ്ടും കരുതുകയാണ്, ഇതെന്താ സോസറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്? സോസറിന് ഇത്രയുമൊക്കെ വൃത്തി മതിയെന്നും പറഞ്ഞ് കപ്പ് അതിലേക്ക് വയ്ക്കുകയാണ്. അതേസമയം റൂമിൽ മൊബൈലിൽ നോക്കിയിരിക്കുന്ന ശാലിനി സുസ്മിത മുരുകേശനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അതിനുശേഷം പുറത്തേക്ക് നോക്കി, സുസ്മിതയെ നീ അവിടെ എന്തെടുക്കുകയെന്ന് ചോദിക്കുന്നു. ദാ വരുന്നു എന്നും പറഞ്ഞ് അവിടേക്ക് ചായയുമായി വരികയാണ് സുസ്മിത. ദാ ശാലിനി എന്നും പറഞ്ഞ് ചായ നീട്ടുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, നീ എന്താ അവിടെ തേയില ചെടി നട്ട് വിളവെടുക്കുകയായിരുന്നോ? അല്ല, എൻ്റെ എക്സ്പീരിയൻസ് കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് ചായ നീട്ടിയിട്ട് പറയുകയാണ്, ദേ കപ്പും സോസറും ഒക്കെ ഉണ്ട്. സോസർ നീ വെച്ചോ, എനിക്ക് കപ്പ് മതിയെന്നും പറഞ്ഞ് ചായ എടുക്കുകയാണ് ശാലിനി. തുടർന്ന് സോസറും പിടിച്ച് ചിരിച്ചുകൊണ്ട് സുസ്മിത അങ്ങ് നിൽക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ആ സോസർ ഇങ്ങോട്ട് നീട്ടിക്കേ. അന്നേരം സുസ്മിത മടിച്ചു നിൽക്കുമ്പോൾ നീട്ടെന്ന് പറയുകയാണ് ശാലിനി. അന്നേരം സുസ്മിത സോസർ നീട്ടുമ്പോൾ അതിലേക്ക്
കുറച്ച് ചായ ഒഴിച്ച് കൊടുക്കുന്നു. എന്തിനാന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അത് നിനക്ക് കുടിക്കാൻ. ഇതിലോന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അതെ, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. നീ അത് കുടിച്ചു കഴിഞ്ഞാൽ ഞാനിത് കുടിക്കാം. അന്നേരം സുസ്മിത സോസർ എടുക്കുമ്പോൾ അതിലിരുന്ന അഴുക്ക് നോക്കിയതൊക്കെ ഓർക്കുകയാണ്. കുടിക്ക്, ഞാൻ നോക്കട്ടെ എന്ന് ശാലിനി വീണ്ടും പറയുമ്പോൾ അത് കുടിച്ചുകൊണ്ട് സുസ്മിത കരുതുകയാണ്, വാഷിംഗ് പൗഡർ ഇടാത്തത് എത്ര നന്നായി. മുഴുവനും കുടിക്കാൻ പറയുകയാണ് ശാലിനി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, വീട്ടിലുള്ള എല്ലാവർക്കും എന്താ വേണ്ടതെന്ന് നീ പോയി അന്വേഷിക്കണം. ഒരു തവണ ചോദിച്ചാൽ പോരാ, ഓരോ തവണയും ഇടവിട്ട് ചോദിച്ചു കൊണ്ടേയിരിക്കണം. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്